അൻവർ ഇത്രയും വോട്ട് കിട്ടിയത് ചില്ലറ കാര്യമൊന്നുമല്ല, സമ്മതിക്കുന്നു. കാരണം പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അദ്ദേഹം 9 കൊല്ലം MLA ആയിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ കുറേ പേഴ്സണൽ വോട്ട് കിട്ടും. ഞാൻ 2009 തനിച്ച് മത്സരിച്ച കാലത്ത് ഇതേ നിലമ്പൂരിൽ എനിക്കന്ന് 12,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ എനിക്ക് അന്ന് നിലമ്പൂരിൽ ഒരു ബന്ധവുമില്ല. അപ്പം അതിലത്രയും അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഷെയർ അൻവറിനും പോയിട്ടുണ്ട്, ഒരു ഷെയർ UDFനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ UDF നേതൃത്വം സ്വീകരിച്ച സമീപനം ശരിയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ അധികാരം ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനാണ്. ആ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോയി. അതിന് നിലമ്പൂർ ജനത അംഗീകാരം നൽകി. അത് ഞാൻ ആദ്യം പറഞ്ഞതല്ല, 500 കോടി ഉണ്ടായിരുന്നെങ്കിൽ 25,000 വോട്ടിന് ജയിക്കായിരുന്നു. തെറ്റായുള്ള നീക്കാലം ഞങ്ങൾ പുറത്താക്കിയതല്ല, അധികം സ്വയം പോയതാണ്. അതൊക്കെ പാർട്ടിയിലും മുന്നണിയിലും ആലോചിക്കേണ്ട കാര്യമാണ്. അതൊന്നും ആരും ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട വിഷയമല്ല. എല്ലാ ഘടകങ്ങളും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം. അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമായിട്ട് ആലോചിക്കണം, പുതിയ MLA ആയിട്ട് ആലോചിക്കണം, മുന്നണിയിൽ ചർച്ച ചെയ്യണം. അതല്ലാതെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല. അല്ല, തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല, വിജയവും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഭാവിയിൽ നിലനിർത്തണം, അത് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ നല്ലൊരു പ്രവർത്തനം പാർട്ടി കാഴ്ചവെച്ചു. എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് തന്നെ ഫീൽഡിലുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകി. അതിൻ്റെയൊക്കെ വിജയമാണ് ഇത്, കൂട്ടായിട്ടുള്ള വിജയമാണ്. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ്സിനും, കാരണം ആദ്യമായിട്ടൊരു സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കുക. ഇതുവരെ ഞങ്ങളുടെ സീറ്റുകളൊക്കെ ഞങ്ങൾ നിലനിർത്തിയതാണെങ്കിൽ ഇത്തവണ പിടിച്ചെടുത്തു. അതിലും വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളൊക്കെ ഞങ്ങൾ അന്ന് ജയിച്ചതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങൾ പിടിച്ചെടുത്ത സീറ്റ് എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. 2700 വോട്ട് നഷ്ടപ്പെട്ട സീറ്റാണ് 10,000-ൽ പരം വോട്ടിന് ഞങ്ങൾ പിടിച്ചെടുത്തു. അപ്പോൾ എല്ലാം കൊണ്ടും UDFന് അഭിമാനിക്കാൻ, സന്തോഷിക്കാം. പക്ഷേ ഈ സന്തോഷം ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങരുത്. ചുറ്റും അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതേ ടീം സ്പിരിറ്റോടുകൂടെ മുന്നോട്ട് പോകണം. അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ 27-ാം തീയതി രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്, UDF ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ തീരുമാനിക്കാം.